പക്ഷത്തോടുള്ള ബി.ജെ.പിയുടെ സമീപനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള തിടുക്കമൊക്കെ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ കാര്യത്തെയും കാണേണ്ടത്. അപമാനിച്ചു എന്ന് ചോദിച്ചാൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല എങ്കിലും പരസ്യമായി അദ്ദേഹത്തിന് എന്തൊരു ഗതികെട്ട പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. 18 കോടി ജനങ്ങൾ ആളുകളുണ്ട്, ഇവിടെ വരുന്നുണ്ട്. 18 കോടി ജനങ്ങൾക്കിടയിൽ ഞാനും അതിലൊരാളാണെന്ന് പറയുമ്പോൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ആളാണ്, ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. അപ്പോൾ ആ ഒരു അംഗീകാരമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ ജില്ലാ നേതൃത്വത്തിന് നേരത്തെ കിട്ടിയ അറിയിപ്പ് ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇക്കാര്യത്തിൽ പാർട്ടിയോട് താൻ അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതൊരു പരാതിയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പുറത്തേക്ക് അത് പറയുന്നില്ല എങ്കിൽ കൂടി പുറത്തേക്ക് പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ, മോദിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ആയിട്ടാണ് വന്നത്, മലപ്പുറത്തേക്ക് മോദിയെ ക്ഷണിക്കാനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതല്ല നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം എന്നുള്ള നമുക്കറിയാം. ഇപ്പോൾ ആ വാഹനത്തിൽ SPG അനുവദിച്ചില്ല എന്ന് പറഞ്ഞു, വാഹനത്തിൽ സ്ഥലമില്ല എന്ന് പറയുന്നു. അത് പ്രായോഗികമായി ഒരു പക്ഷേ സ്ഥലമില്ല, നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു 4 പേർക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥികൾ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ മാറി നിൽക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി മാറി നിൽക്കട്ടെ എന്നോ പാലക്കാട്ടെ സ്ഥാനാർത്ഥി മാറി നിൽക്കട്ടെ എന്നോ തീരുമാനിക്കുന്നില്ലല്ലോ. അപ്പോൾ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയാണ് മാറ്റി നിർത്തേണ്ടത്, മാറ്റി നിർത്താൻ പറ്റുന്നയാൾ അത് മാത്രമാണ് എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പൊതു സമീപനം. കണ്ണിൽ പൊടിയിടാൻ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയത് കൊണ്ട് കാര്യമില്ല. ഇത് ബി.ജെ.പിയുടെ സമീപനത്തിന് തുടർച്ചയായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. Meet the editors.